ഹലോ ഗൈസ്, സൺഡേ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കാലത്ത് തന്നെ അൻവി ഡ്രോയിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളൊക്കെ അടച്ച് അങ്ങനെ വിന്റർ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിന്റെ സന്തോഷം അൻവിയുടെ മുഖത്ത് കാണാനും ഉണ്ട്. അപ്പം കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ആകാല്ലേ. രാവിലെ എണീച്ചാൽ ഗാർഡനിങ് ആണല്ലോ എന്റെ പരിപാടി. അപ്പം നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിന്റെ റോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കടിച്ചു തിന്നാൻ തോന്നും. ഗാർഡനിങ് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ കിച്ചണിലോട്ടാണ്. സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അൻവി അവളുടെ ഡ്രോയിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ കുക്കിംഗിലോട്ട് വന്നിട്ടുണ്ട്. അവളുടെ മിനിയേച്ചർ കുക്കിംഗ് ആണ്. ഇന്ന് എന്താണ് സ്പെഷ്യൽ? വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കിച്ചണിൽ നിന്ന് കുറച്ച് മസാലയും സബ്ജിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പാമ്മ അവളുടെ കൂടെ തന്നെ ഉണ്ട്, ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഉപ്പിട്, മസാല ഇട്, അതൊക്കെ പറഞ്ഞിട്ട്. ഇൻസ്റ്റന്റ് കുക്കിംഗ് ആയതുകൊണ്ട് എല്ലാം അവള് കുക്കറിനകത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അൻവിയുടെ കുക്കിംഗ് അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഞാൻ ഉച്ചക്കത്തേക്ക് രാത്രിത്തേക്ക് കഴിക്കാനുള്ള അറിഞ്ഞും പറഞ്ഞങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആഹാ, പാത്രത്തിന്റെ അടപ്പ് മാറ്റിയപ്പോ എന്താ ബിരിയാണിയുടെ മണം. പിന്നെ പപ്പടം ഇല്ലാണ്ട് എന്ത് ചിക്കൻ ബിരിയാണി ആണല്ലേ. കാർത്തികാണ് ഇവിടെ പപ്പടത്തിന്റെ ആള്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആദ്യം കൂടെ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടോക്കണം.